വർദ്ധിച്ചു വരുന്ന വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കാൻ കേരള ഇലക്ട്രിക് അസോസിയേഷൻ പാലക്കാട് എനർജി കോൺക്ലേവ് സംഘടിപ്പിക്കും. ഗാർഹിക ഉപഭോക്താക്കൾ, വ്യവസായ ഉടമകൾ എന്നിവർക്കായാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഇലക്ട്രിക് ഉൽപാദകർ, വിദഗ്ധർ, ഗുണഭോക്താക്കൾ എന്നിവർ എനർജി കോൺക്ലേവിൽ പങ്കെടുക്കും. ഉപകരണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയും നിയമപരമായും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് സ്ഥാപിക്കുന്നത്. ഇത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. സൗരോർജ പ്ലാന്റ് സ്ഥാപനത്തെക്കുറിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇലക്ട്രിക് വയറിംഗ് മേഖലകളെ കുറിച്ചുള്ള സംശയ നിവാരണമാണ് സെമിനാറിൽ ഉദ്ദേശിക്കുന്നത്. വിവിധതരം ഉപകരണങ്ങൾ പരിചയപ്പെടാനും അവസരമുണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സബ്മിറ്റ് ചെയ്യപ്പെടുകയുമാണെന്നുള്ളത് ഈ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം എക്സ്ക്ലൂസീവായിട്ട് വിദഗ്ധരെ നയിക്കുന്ന സംശയ നിവാരണവും ഇപ്പം തന്നെ വലിയ സോളാർ വൈദ്യുതി ലാഭമാണോ നഷ്ടമാണോ എന്ന രീതിയിലൊക്കെ ജനങ്ങൾക്ക് വലിയ ആശങ്കകളുണ്ട്. പത്ര സുഹൃത്തുക്കൾ പോലും ഒരു രണ്ട് തട്ടിലാണ് സോളാറിൻ്റെ വൈദ്യുതി ഉൽപാദനം കൊണ്ട് പൊതുജനങ്ങളെ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ. ഇത്തരം കാര്യഗൗരവമായ ചർച്ചകൾക്ക് അത് വേദിയാവും. നിങ്ങൾക്കും ഈ വിദഗ്ധരുമായിട്ട് സംവദിക്കാനുള്ള അവസരമുണ്ട്. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വിദഗ്ധരാണ് ഈ കോൺക്ലേവിൽ ഭാഗമാകുക. റെഗുലേഷൻ 3 കംപ്ലീറ്റ് ചെയ്യാനുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് നിലവിൽ കേരള സംസ്ഥാനം പുറപ്പെടുവിച്ച് ചെയ്തിട്ടുണ്ട്. റെഗുലേഷൻ 3 എന്ന് പറയുന്നത് ഓരോ ഇൻഡസ്ട്രികളിലും അവിടുത്തെ പ്രതിഷ്ഠാപനങ്ങൾ, HP ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ആണെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠാപനങ്ങൾ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ മേൽനോട്ടത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യൻസിനെ കൊണ്ട് വേണം ചെയ്യിക്കാൻ എന്നതാണ് നിബന്ധന. പലപ്പോഴും നമുക്കത് പാലിക്കപ്പെടാൻ കഴിയാറില്ല. സംസ്ഥാന പ്രസിഡന്റ് രാജൻ M. മേനോൻ, ജില്ലാ പ്രസിഡന്റ് പ്രസാദ് VP, ബിനു CV, KS രാമനാഥൻ, PS സിംസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇലക്ട്രിക്കൽ അപകടങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ ക്വാളിറ്റി, അതുപോലെ നമ്മൾ പല രീതിയിലും കാണിക്കുന്ന മണ്ടത്തരങ്ങൾ, ഇതൊക്കെ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് അവരെ ഉത്ബോധിപ്പിക്കുക എന്നുള്ള രീതിയിൽ കുറച്ച് പ്രോഗ്രാംസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് അത് പബ്ലിക്കിന് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇനാഗ്രേഷൻ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K. കൃഷ്ണൻകുട്ടി നിർവഹിക്കുന്നു രാവിലെ 10:00. അതിനുശേഷം അതിന്റെ ഷെഡ്യൂൾഡ് പ്രോഗ്രാംസ് ഉണ്ട്.